പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ആംഗിൾസിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ 3 ക്ലോക്കുകൾ തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ഇൻ ദ ഓർഡർ 90 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രി ആംഗിൾ മെഷർമെൻറ്റ് കാണിക്കുന്ന ക്ലോക്ക് ഇതിലേതാണ്? സമയം കാണിക്കുന്ന ക്ലോക്ക് ഏതാണ്? രണ്ടാമത്തത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരുന്ന ക്ലോക്ക് ഇതിലേതാണ്? മൂന്നാമത്തത് ലെസ് ദാൻ 90 ഡിഗ്രി വരുന്ന ഏതാണ്? ആ ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കൂ, ഇതാണ് ആ ചോദ്യം. അപ്പോൾ 90 ഡിഗ്രി എങ്ങനെയാണ് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാവുക? ഒരു ലൈനിന്, ഉദാഹരണത്തിന് ഒരു ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വേണം മറ്റേ ലൈൻ, അപ്പോഴാണ് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാവുക. നമ്മൾ പഠിച്ചിട്ടില്ല 90 ഡിഗ്രിയാണ്. ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിപ്പോൾ 90 ഡിഗ്രിയാണ് അല്ലേ? ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറഞ്ഞ് ഇങ്ങോട്ട് ഈ ഷേപ്പിൽ വരുന്ന ആംഗിൾസൊക്കെ തന്നെ ഞാൻ സ്കെയില് വെച്ചത് നോക്കുക. ഈ ഷേപ്പിൽ വരുന്ന ആംഗിളൊക്കെ തന്നെ എന്താണ്? ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിളാണ്. അതേപോലെ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയോ ഇങ്ങനെ വരുന്ന ഷേപ്പിൽ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ കുറവുള്ളതിന് ഒരു ഉദാഹരണം നമുക്ക് വരക്കാം. ഇവിടെ ഇത് ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിളാണ് അല്ലേ? ഇനി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിക്ക് നമുക്കൊരു എക്സാമ്പിൾ വരക്കാം. ഇത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആംഗിളാണ്. അപ്പോൾ ഇവിടെ ഏത് സമയമാണ് 90 ഡിഗ്രി വരിക? നോക്കൂ, നിങ്ങൾ ചിത്രം നോക്കുക. 90 ഡിഗ്രി ഏതാ വരിക? എ, അതായത് എ എന്ന് പറയുന്ന ക്ലോക്ക്, അതിലെ സമയം എത്രയാണ്? 3 മണിയാണ് 90 ഡിഗ്രി വരിക. ഇനി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി നോക്കുക. 2 മണിയാവുമോ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി? ഇല്ല. പിന്നെ ഏത് സമയം വരിക? 7 മണി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സി ആണ് വരിക. അപ്പോൾ ഇതെങ്ങനെ ഓർഡറിൽ വരിക? ആദ്യം 90 ഡിഗ്രി, അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ സി, ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ബി. അപ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ 90 ഡിഗ്രി ആംഗിളിന് ഒരു പേര് പറയും. അതിൻ്റെ പേരെന്താ? റൈറ്റ് ആംഗിൾ എന്നാണ് പറയുക. എന്താ പറയുക? റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഈ ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിളിൻ്റെ പേര് അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുക. മറന്നു പോകാൻ പാടില്ല, അക്യൂട്ട് ആംഗിൾ. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, അതായത് 180ൽ കുറവ്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90ൽ കൂടുതലും 180ൽ കുറവായിട്ടുള്ള ഈ ആംഗിളിന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ് പറയുക. എന്താ പറയുക? ഒബ്റ്റ്യൂസ് ആംഗിൾ. ഈ കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം, പേരും കൂടി ഓർത്ത് വെക്കണം. ഇത് ഈക്വൽ ടു 90 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിളാണ്. ഇത് ലെസ് ദാൻ 90 ഡിഗ്രി, ഇത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ ഇവിടെ 180ൽ കുറവായിരിക്കണം. ഇതെന്താണ്? 90 ഡിഗ്രിയിൽ കുറവ്. ഇത് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്ത് വെക്കും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദ ടൈം ഷോൺ ഇൻ ദ ക്ലോക്ക് എ ഈസ് 3 o'clock അല്ലേ? ഒന്നാമത്തെ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 3 മണിയാണ്. ഹൗ മച്ച് ഡിഗ്രി വിൽ ദ മിനിറ്റ് ഹാൻഡ് മൂവ് ടു റീച്ച് ദ ടൈം അറ്റ് 3:15? ഈ മിനിറ്റ് ഹാൻഡ്, 12-ന് മിനിറ്റ് ഹാൻഡ് 3-ലേക്ക് വരുമ്പോൾ എത്ര സമയം സഞ്ചരിക്കണം? 12-ന് ഈ സൂചി 3-ലേക്ക് എത്തണം. അപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും അത് സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഓരോ 5 മിനിറ്റിലേക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓരോ 5 മിനിറ്റിലും 30 ഡിഗ്രി വീതമാണ് സഞ്ചരിക്കുക. 12-ന് 3-ലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ 30 ഡിഗ്രി, 30 ഡിഗ്രി, 30 ഡിഗ്രി. അപ്പോൾ ആകെ എത്ര ഡിഗ്രി സഞ്ചരിക്കണം? 90 ഡിഗ്രി സഞ്ചരിക്കണം കേട്ടോ. മൂന്നാമത്തെ നമ്മളോട് പറയുന്നത് 4 മണി സമയം കാണിക്കുന്ന ഒരു ക്ലോക്ക് വരക്കുക. എന്നിട്ട് എന്താണ്? ഓൾസോ റൈറ്റ് ദി ആംഗിൾ ഫോംഡ് അറ്റ് 4 o'clock. 4 മണി സമയത്തിൻ്റെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 3 മണിയാകുമ്പോൾ 90 ഡിഗ്രിയാണ് അല്ലേ? 4 മണിയാകുമ്പോൾ ഒരു 30 കൂടി ഇങ്ങോട്ട് നീങ്ങും, അപ്പോൾ 120 ഡിഗ്രി എന്നാണ് ആൻസർ കിട്ടുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിൾ മെഷർ ചെയ്യുന്നതിനായി കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വർക്ക്ഷീറ്റാണിത്. 4 കുട്ടികൾ 4 രീതിയിലാണ് പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒന്നാമത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യം, വിച്ച് പിക്ചർ ഷോസ് ദ കറക്റ്റ് പൊസിഷൻ ഓഫ് ദ പ്രൊട്രാക്ടർ? പ്രൊട്രാക്ടറിൻ്റെ കറക്റ്റ് പൊസിഷൻ സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ്?
അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് ദി ആംഗിൾ? അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആ കറക്റ്റ് മെഷർമെൻറ്റ്? അതും നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ആദ്യം ഈ 4 ചിത്രങ്ങളും ഒന്ന് നോക്കുക. അപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, ഏതാണ് ഇതിൽ ശരി? അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. നോക്കി, ഈ ആംഗിളാണ് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് പ്രൊട്രാക്ടർ വെക്കുക? ഇവിടെ വെച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ വെക്കേണ്ടത്? പ്രൊട്രാക്ടർ എങ്ങനെ വെക്കണം? ഏത് പോയിന്റിലാണോ ആംഗിൾ ഉണ്ടാക്കുന്നത്, ഈ പ്രൊട്രാക്ടറിൻ്റെ മിഡിൽ പോയിന്റ്, ഈ 90 ഡിഗ്രിയുടെ താഴെയുള്ള ഈ ഭാഗം അവിടെ വെക്കണം. പിന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ മുന്നോട്ടുള്ള വര ഈ താഴത്തെ വരച്ചിട്ടുള്ള വരക്ക് കൃത്യമായിരിക്കണം. 0 ഡിഗ്രി ആയിരിക്കണം. 0 ഡിഗ്രി കണക്കാക്കിയിട്ട് താഴത്തെ വരയിൽ കണക്കാക്കിയിട്ട് വേണം വെക്കാൻ. ഈ രീതിയിൽ വെക്കണം അല്ലേ? എന്നിട്ട് നമ്മളെപ്പോഴും അപ്പോൾ ഈ രീതിയിൽ വെച്ചിട്ടുള്ളത് ഈ ചിത്രത്തിൽ ഏതാ നോക്കിയാൽ നിങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ള രീതിയിൽ വെച്ചിട്ടുള്ളത്. ബാക്കി 3 തെറ്റാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ മാത്രമാണ് ശരിയായ രീതിയിൽ പ്രൊട്രാക്ടർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടി. വിച്ച് പിക്ചർ ഷോസ് ദ കറക്റ്റ് പൊസിഷൻ ഓഫ് ദ പ്രൊട്രാക്ടർ? ഏതാണ്? തേർഡ് പിക്ചർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. വാട്ട് ഈസ് ദ കറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് ദി ആംഗിൾ? ഇതിലെ മെഷർമെൻറ്റ് എത്രയാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ എത്രയാണ്? നമുക്ക് ഇത് തന്നെ ഞാൻ അതേ മെഷർമെൻറ്റ് അവിടെ വരച്ചിട്ടില്ല, ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും തുടങ്ങുമ്പോൾ എവിടെ നിന്ന് തുടങ്ങുക? 0 ഡിഗ്രിയിൽ നിന്നാണ് തുടങ്ങും. 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 110 ഡിഗ്രി എന്നാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയത്. 110 ഡിഗ്രി. ഇനി നോക്കൂ, ഡ്രോ ആംഗിൾ PQR വിത്ത് ഹാഫ് ദ മെഷർ ഓഫ് ദി ആംഗിൾ ഗിവൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഇവിടെ 110 നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ പകുതി മെഷർമെൻറ്റിൽ, ഇതിൻ്റെ പകുതി എത്രയാണ്? 110 ഡിഗ്രിയുടെ പകുതി എത്രയാണ്? 55 ഡിഗ്രി അല്ലേ? 55 ഡിഗ്രി മെഷർമെൻറ്റിൽ നിങ്ങളൊരു ആംഗിൾ വരക്കും. അപ്പോൾ നമ്മളെങ്ങനെ വരക്കും? നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം സ്കെയിൽ എടുക്കുക, നമ്മളൊരു ലൈൻ വരച്ചു അല്ലേ? ഇനി പ്രൊട്രാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊട്രാക്ടർ വെക്കും. എവിടെ വെക്കും? ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ പോയിന്റിൽ വെക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ വെക്കുക. ആ ലൈൻ കറക്റ്റ് ആവണം. മുകളിലേക്ക് ആവാൻ പാടില്ല. ആ 0 ഡിഗ്രി എന്ന് പറയുന്നത് താഴെ വരച്ചിട്ടുള്ള ലൈനിന് നേരെ ആയിരിക്കണം വരേണ്ടത്. ഇനി 55 ഡിഗ്രി അല്ലേ? അപ്പോൾ 0 എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്? 0യിൽ നിന്നാണ് നിങ്ങൾ കൗണ്ട് ചെയ്യുക, എണ്ണുക. കാരണം ഇവിടെ 2 ഇതുണ്ട്, 0യും 180 എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും തുടങ്ങുന്ന ഇവിടുന്ന് 0യിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ 0, 10, 20, 30, 40, 50, 60. 55 എവിടെയാണ് വരിക? 15ൻ്റെയും 16ൻ്റെയും മിഡിൽ പോയിൻ്റാണ് 55. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ചേർത്ത് ഇങ്ങനെ വരക്കാം അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കതിന് പേര് കൊടുക്കാം. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ PQR. ആംഗിൾ ഉണ്ടാക്കുന്ന പോയിന്റ് എപ്പോഴും നടുക്കാണ് വരേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഇത് എത്ര ഡിഗ്രി? 55 ഡിഗ്രി എന്ന് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് ഇവിടെ ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് പോർഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? വാട്ട് പോർഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? ഇവിടെ നോക്കാം. നമുക്ക് 60 ഡിഗ്രി ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അതിൻ്റെ എത്ര പോർഷനാണ് 60 ഡിഗ്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ നമ്മൾ കാണാം? 60/360 കണ്ടുപിടിക്കുക. ഇവിടെ 10 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. നമുക്ക് 6/36 എന്ന് കിട്ടും. അതിന് ചുരുക്കി കഴിഞ്ഞാൽ 1/6 എന്ന് കിട്ടും. എത്ര പോർഷനാണ്? 6 ഭാഗങ്ങളാക്കിയതിൽ, സർക്കിളിനെ 6 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത്, ഈ പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 1/6 പാർട്ടാണ്. അപ്പോൾ എത്രയാണെങ്കിലും ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം? ചോദ്യത്തിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്രയാണ്? 6ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി 6ൽ 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. 5/6 പാർട്ട് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമാണ്. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ ചോദ്യം. വാട്ട് വുഡ് ബി ദ മെഷർ ഓഫ് ദി ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഇഫ് 2 സിമിലർ പോർഷൻസ് ജോയിൻ ടുഗദർ? ഇതേപോലെയുള്ള ഒരു പോർഷനും കൂടി ചേർന്നാൽ സെൻറ്ററിലെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കൊരു പോർഷൻ കൂടി വരച്ച് നോക്കി. ഇത് 60 ഡിഗ്രി അല്ലേ?
നമുക്ക് അടുത്ത 60 ഡിഗ്രി ഇവിടുന്ന് വരച്ച് നോക്കാം. ഇങ്ങനെ വരും. ഇതിവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ ഒരു 60 ഡിഗ്രി കൂടി ആയി. അപ്പോൾ ടോട്ടൽ എത്ര ഡിഗ്രിയാണ്? സെൻറ്ററിൽ 60 + 60 എത്ര ഡിഗ്രി വരും? 120 ഡിഗ്രി എന്ന് വരും അല്ലേ? രണ്ടാമത്തെ ആൻസർ ഉണ്ട്. അതായത് ഈ 60 പോലെ തന്നെ മറ്റൊരു 60 കൂടി വെച്ചാൽ സെൻറ്റർ 120 ഡിഗ്രി എന്ന് വരും. ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. ഡ്രോ എ സർക്കിൾ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. ഇവിടെ 60 ഡിഗ്രി കൊടുക്കുമ്പോൾ 6 ഭാഗങ്ങളാണ് നമുക്ക് ആക്കാൻ പറ്റുക. ഈ ഒരു സർക്കിളിനെ 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റണം. നമുക്ക് എങ്ങനെയാണ് മാറ്റുക അത് നോക്കാം. ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ടോട്ടൽ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ 3 ഭാഗം ആക്കണമെങ്കിൽ ഓരോ ഭാഗം എത്ര ഡിഗ്രി ആയിരിക്കണം? 360/3 = നമുക്ക് 120 ഡിഗ്രി വീതമുള്ള ആംഗിൾ ഇവിടെ വരക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യാം? ഇതിൻ്റെ റേഡിയസ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, റേഡിയസ് വരച്ചു അല്ലേ? ഇനി എത്ര ഡിഗ്രി മാർക്ക് ചെയ്യണം? 120 ഡിഗ്രി ഇവിടുന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ 0യിൽ നിന്ന് തുടങ്ങുക. ഇവിടെ 120 ഡിഗ്രി ഉണ്ട്, അതാണോ വരിക? അല്ല, 0 എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 120 ഡിഗ്രി ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ പോയിന്റ് ചേർത്ത് വെച്ചു, 120 ഡിഗ്രി. അപ്പോൾ ഒന്ന് കിട്ടി അല്ലേ? ഒരു ഭാഗമാക്കി കഴിഞ്ഞു. നമുക്ക് എത്ര ഭാഗമാക്കണം? 3 ഭാഗമാക്കണം. അടുത്ത എന്ത് ചെയ്യാം? ഇവിടെ വെക്കും, ഈ പോയിന്റിൽ വെക്കാം. ലൈൻ മാറിപ്പോകാൻ പാടില്ല. വീണ്ടും 120 ഡിഗ്രി അടയാളപ്പെടുത്താം. ഇപ്പോൾ എത്ര ഭാഗമായി നോക്കൂ? ഇപ്പോൾ എത്ര ഭാഗമായി? 3 ഭാഗമായി. അപ്പോൾ സർക്കിളിനെ 3 ഭാഗമാക്കണമെങ്കിൽ എന്ത് വേണം? ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതം എടുക്കണം? 120 ഡിഗ്രി. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 6 ഭാഗമാക്കണമെങ്കിൽ എങ്ങനെ കാണും? 360/6 കാണും. ഇനി 8 ഭാഗമാക്കണമെങ്കിലോ 360/8. ഇങ്ങനെയാണ് സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? അതിൽ ഒരു ആംഗിൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ BOC 40 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. Some angles in the figure are not equal. You know how to classify the angles according to their measures. ഞാനിപ്പം പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ആംഗിൾസിനെ ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെയാണ്? ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആംഗിൾ. അപ്പോൾ ആംഗിൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എടുത്തെഴുതണം. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ആംഗിൾ എടുത്തെഴുതിയാൽ മതി എന്നാണ്. ഓരോന്നിൻ്റെയും ഓരോ ആംഗിൾ, അതായത് ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിൾ ഒന്ന് എഴുതുക, റൈറ്റ് ആംഗിൾ ഒരു റൈറ്റ് ആംഗിളിൻ്റെ പേര് എഴുതുക, മോർ ദാൻ റൈറ്റ് ആംഗിൾ വരുന്നത് ഒന്നിൻ്റെ പേര് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആ ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ചിത്രം നന്നായിട്ട് നോക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഏതാണ്? BOC എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം ആ ആംഗിൾ? നിങ്ങൾ AOC എന്ന് പറയുന്ന ആംഗിൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക. AOC ഒരു റൈറ്റ് ആംഗിളാണ്. ആംഗിൾ AOC എന്താ? = 90 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? അതായത് ആംഗിൾ BOC 40 ഡിഗ്രി തന്നിട്ടുണ്ട്. BOC 40 ഡിഗ്രിയാണ്. നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ AOB നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ പറഞ്ഞിട്ടില്ല, ഞാൻ സൂചിപ്പിക്കുകയാണ് എങ്ങനെ കണ്ടുപിടിക്കുന്നതുള്ളത്. AOB ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? 90 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി, അതായത് ആംഗിൾ AOC മൈനസ് ആംഗിൾ BOC. അപ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 50 ഡിഗ്രി എന്ന് ആംഗിൾ കിട്ടും. മെഷർമെൻറ്റ് 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ചോദ്യം ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിൾ ഏതൊക്കെയാണ്? നമുക്ക് ഇതിലെ ആംഗിൾസ് ഏതൊക്കെയാണ് വരുമോ നോക്കാം. അത് 50 ഡിഗ്രി ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിളാണല്ലേ? അതിൻ്റെ പേര് എഴുതുക. ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എഴുതാം ലെസ് ദാൻ, ഈ ചിഹ്നം ഉപയോഗിക്കാം നമുക്ക്. ലെസ് ദാൻ 90 ഡിഗ്രി ഏതാ ആംഗിൾ? ഒരു ആംഗിൾ എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ AOB എന്ന് പറയുന്ന ആംഗിൾ. നമുക്ക് വേണം ഒന്നും കൂടി എഴുതാം. ഈ 40 ഡിഗ്രി ആംഗിളിൻ്റെ പേര് എഴുതാം. ആംഗിൾ BOC. ഇനി 90 ഡിഗ്രി വരുന്ന ആംഗിൾ ഏതാ? ഇപ്പം ഞാൻ പറഞ്ഞു
ഇപ്പം ഞാൻ പറഞ്ഞത് AOC അല്ലേ, ആംഗിൾ AOC 90 ഡിഗ്രി വരും. പിന്നെ വേറെ 90 ഡിഗ്രി വരുന്ന ഒരു ആംഗിൾ പറയൂ നിങ്ങൾ. ഈ ആംഗിൾ നോക്ക്, DOC 90 ഡിഗ്രി അല്ലേ വരിക, DOC 90 ഡിഗ്രി വരും. താഴത്ത് 2 ആംഗിൾ ഉണ്ട്, അത് 2 90 ഡിഗ്രിയാണ് വരും. ഇനി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആംഗിൾ ഒന്നുണ്ട്, 90-ൽ കൂടുതൽ വരുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ ഇവിടെ. അതേതാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ കൈവെക്കുമ്പോൾ ശ്രദ്ധിക്കുക. DOB, അതായത് DOC എന്ന് പറയുന്ന ഈ ആംഗിളും ഈ 40 ഡിഗ്രി ആംഗിളും കൂട്ടിയിട്ടുള്ള ആംഗിൾ, ഈ വലിയ ആംഗിൾ അതേതാണ്, DOB എന്ന് പറയും. DOB. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഡ്രോ ആൻ ആംഗിൾ ഹാവിങ് 2 times ദ മെഷർ ഓഫ് ആംഗിൾ BOC. ഇവിടെ തന്നിട്ടുണ്ട് ആംഗിൾ BOC. നമുക്ക് ചിത്രം നോക്കാം. BOCയുടെ മെഷർമെൻറ്റ് എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഇരട്ടി മെഷർമെൻറ്റ് വരുന്ന മറ്റൊരു ആംഗിൾ വരക്കുക എന്ന് പറഞ്ഞാൽ, ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 40 ഡിഗ്രീൻ്റെ ഇരട്ടി എത്ര? 80 ഡിഗ്രി. ഇപ്പോൾ 80 ഡിഗ്രിയിൽ മറ്റൊരു ആംഗിൾ വരക്കാനാണ് അതിന് രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾക്ക് വരക്കാൻ അറിയാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു, അതിലെ ഉപചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് എങ്ങനത്തെ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആംഗിൾസിനെ കുറിച്ചിട്ടും ആംഗിൾസിൻ്റെ ഷേപ്പ്, അതിൻ്റെ പേര് അല്ലേ, അതിൻ്റെ ലെസ് ദാൻ 90 ഡിഗ്രി, 90, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആംഗിൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ സർക്കിളിനെ വിവിധ പാർട്സാക്കി മാറ്റുന്നത്, അതായത് 3 തുല്യ ഭാഗങ്ങളാക്കുക അല്ലെങ്കിൽ 6 തുല്യ ഭാഗങ്ങളാക്കുക, അപ്പോൾ എത്രയാണ് മെഷർമെൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും ആംഗിൾസ് എന്ന് പറയുന്ന പാഠത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ 4 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇതേപോലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക, വർക്കൗട്ട് ചെയ്യുക, വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക.